സർക്കാർ മദ്യനിരോധനം പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുമ്പോഴും തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറി കെ ഭരത്ഭൂഷന്റെ നേതൃത്വത്തിൽ മദ്യപാർട്ടി. കോവളത്തെ സ്വകാര്യ വൻകിട ഹോട്ടലിൽ വെച്ച് നടന്ന മദ്യപാർട്ടിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. സർക്കാരിന്റെ ഔദ്യോഗിക വാഹനങ്ങളിലെത്തിയ 20ഓളം IAS, IPS ഉദ്യോഗസ്ഥരാണ് പാർട്ടിയിൽ പങ്കെടുത്തത്. സമയം രാത്രി 7:30. തിരുവനന്തപുരം കോവളത്തെ സ്വകാര്യ വൻകിട ഹോട്ടലിലേക്ക് ഔദ്യോഗിക വാഹനങ്ങളിൽ അകമ്പടി സഹിതം 20ഓളം IAS ഉദ്യോഗസ്ഥരെത്തുന്നു. തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥ തലത്തിൽ സർക്കാരിലെ ഒന്നാമനായ ചീഫ് സെക്രട്ടറി ഔദ്യോഗിക വാഹനത്തിൽ, അതും കുടുംബസമേതം. ഔദ്യോഗിക വാഹനത്തിൽ നിന്നും നേരെ സ്വകാര്യ ഹോട്ടലിന്റെ കാറിൽ കായലിനും കടലിനും ഇടയ്ക്കുള്ള കേന്ദ്രത്തിലേക്ക്. പിന്നെ നടന്നത് കാണാൻ ഈ ദൃശ്യങ്ങൾ കാണുക. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നതർ കടൽ തീരത്തൊരുക്കിയ സൽക്കാര കേന്ദ്രത്തിൽ നിന്നും മദ്യം കഴിക്കുന്നു. അതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതോടെ മദ്യപാർട്ടിക്കായി പോലീസിന്റെ ഇടപെടൽ. ക്യാമറമാനെ ഉൾപ്പെടെ പോലീസ് സ്ഥലത്തു നിന്നും നീക്കുന്നു. സർക്കാർ മദ്യനിരോധനം പ്രഖ്യാപിച്ചിട്ട് സ്വയം അത് പാലിക്കുന്നില്ലെന്നത് മാറ്റിവെക്കാം. എന്നാൽ നാട്ടുകാരോട് കുടിക്കലെന്ന് പറഞ്ഞ ശേഷം സർക്കാർ വണ്ടികളിൽ സർക്കാർ ചെലവിൽ ഇത്തരം മദ്യസൽക്കാര പാർട്ടികൾ നടത്തുന്നത് എത്രത്തോളം ഗുണകരമാണ്? തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷിജു M. നായർക്കും അരുൺ പാലോടിനുമൊപ്പം G. ശ്രീജിത്ത്, റിപ്പോർട്ടർ.